ഹായ് എവ്രി വൺ. ദെൻ നെക്സ്റ്റ് വരുന്ന കൺസെപ്റ്റ് ആണ് മോഡൽസ് ഓഫ് ഡിവിഡൻഡ് പോളിസി. മോഡൽസ് ഓഫ് ഡിവിഡൻഡ് പോളിസി ആണ് മോഡിഗ്ലിൻ ആൻഡ് മില്ലർ, അതായത് ഇറലവൻസി തിയറി എന്ന് നമ്മൾ അതിനെ പറയാറുണ്ട്. ഓക്കെ, ഈ ഇറലവൻസി തിയറി ആദ്യം വരുന്നതാണ്, ദെൻ വോൾട്ടർ, ദെൻ ഗോർഡൻ. ഓക്കെ, സോ അപ്രോച്ച് എന്നാണ് നമ്മൾ ഈ റെലവൻസി തിയറിനെ പറയാറ്. ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഡിവിഡൻഡ് പോളിസി ഹാസ് നോ എഫക്ട് ഓൺ ദ വാല്യൂ ഓഫ് ദ ഫേം ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. അതായത് ഈ ഡിവിഡൻഡ് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂനോ അല്ലെങ്കിൽ ഫേമിന്റെ വാല്യൂനോ ഒരു റെലവൻസും ഇല്ല. ദാറ്റ് ഈസ് ഇറലവന്റ് എന്നുള്ള രീതിയിലാണ് മോഡിഗ്ലിൻ ആൻഡ് മില്ലർ പറയുന്നത്. ഓക്കെ, ദെൻ ഇതേപോലെ തന്നെ ഈ ഡിവിഡൻഡ് പേ ചെയ്യുന്ന സമയത്ത് ഈ മാർക്കറ്റ് പ്രൈസ് ഷെയർ ഹോൾഡേഴ്സ് ആ വാല്യൂ മാർക്കറ്റ് പ്രൈസും ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഹെൻസ് ദ വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസസ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതിൽ പറയുകയാണെങ്കിൽ നോ എഫക്ട് എന്നുള്ളതാണ് ഇതിൽ മേജറായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതാണ് ഇത്രയും നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളൊരു 3-4 ലൈൻ എഴുതിയിട്ട് മോഡിഗ്ലിൻ മില്ലറിന്റെ അപ്രോച്ച് എന്താ പറയുന്നതെന്ന് എഴുതിയിട്ട് അതിന്റെ അസംഷൻ നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, അല്ലാതെ ഇതെല്ലാം കൂടി നിങ്ങളത് എഴുതാൻ നിൽക്കണ്ട. ഓക്കെ, നിങ്ങൾക്ക് പറഞ്ഞത് തന്നെ അത് വേറെ രീതിയിലോട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ്. ദെൻ ഇതിന്റെ അസംഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾക്ക് പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്. ഓക്കെ, ദർ ആർ ദ പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്. അതിനൊന്നും ഒരു എഫക്റ്റേ ഇല്ലല്ലോ. നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് വെൽത്ത് എഫക്റ്റും ഇല്ല, ഫേമിന്റെ എഫക്റ്റും ഇല്ല. അങ്ങനെ വരികയാണെങ്കിൽ ഹിയർ ഇസ് ദ പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്. ദെൻ ഇൻവെസ്റ്റേഴ്സ് റേഷണലി ആണ് ബിഹേവ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ദർ ആർ ഐദർ നോ ടാക്സ് ഓർ ദർ ആർ നോ ഡിഫറൻസ് ഇൻ ദ ടാക്സ് റൈറ്റ്സ് ആപ്ലിക്കബിൾ ടു ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഡിവിഡൻഡ് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്ന അസംഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഫ്ലോട്ടേഷൻ കോസ്റ്റും ഇല്ല, ട്രാൻസാക്ഷൻ കോസ്റ്റും ഇല്ല. ദെൻ ഇവിടെ നമ്മുടെ ഫേം എന്ന് പറയുന്നത് ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസിയാണ് ഫോളോ ചെയ്യുന്നത്. ദെൻ അതേപോലെ തന്നെ നോ ഇൻവെസ്റ്റേഴ്സ് ഇസ് ലാർജ് ഇനഫ് ടു അഫക്ട് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർസ് എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ്. ഓക്കെ, ഈ ഒരു 6 അസംഷൻ പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ പഠിച്ചു വെക്കുക. ദെൻ നമ്മുടെ ഈ അപ്രോച്ചിന് ഒരു ഫോർമുല ഉണ്ട്. അപ്രോച്ചിന് ഒരു ഫോർമുല എന്ന് പറയുന്നത് D1 + P1 ഡിവൈഡഡ് ബൈ 1 = KE എന്നുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മിക്കവാറും നമ്മുടെ അപ്രോച്ച് അങ്ങനെ പ്രോബ്ലം കൂടുതൽ വരാറില്ല. നമ്മുടെ വോൾട്ടറുടെയും ഗോർഡന്റെയും ആണ് വരുന്നത്. അതിപ്പോ BCom-നായാലും MCom-നായാലും MCom-ന്റെ 3rd സെം ആയാലും 4th സെം ആയാലും ആർക്കാണെങ്കിലും നമ്മുടെ അപ്രോച്ചിന്റെ തിയറി എഴുതാനായിട്ടാണ് ചോദിക്കാറ്. ഓക്കെ, നമ്മുടെ മറ്റേ അസംഷൻ എഴുതാനായിട്ടോ അല്ലെങ്കിൽ മോഡൽസ് തിയറീസ് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ചോദിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ഈ ഫോർമുലാസ് ഒന്ന് എഴുതിയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്നത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ P0 എന്ന് പറയുകയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പീരീഡ് ആണ്. ദെൻ D1 എന്ന് പറയുന്നത് ഡിവിഡൻഡ് ടു ബി റിസീവ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ആണ്. P1 എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ് ആണ്. ദെൻ KE എന്ന് പറയുന്നത് നമ്മുടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ആണ്. ഓക്കെ, ദെൻ ഇതിൽ തന്നെ നമ്മുടെ ഈ P1 എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ P1 = P0 ബ്രാക്കറ്റിൽ എഴുതിയിട്ട് 1 + KE ദെൻ ക്ലോസ് ദ ബ്രാക്കറ്റ് മൈനസ് D1 എന്നുള്ളതാണ് നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ അപ്രോച്ചിന് നമ്മൾക്ക് ഒരു പ്രോബ്ലം നോക്കാം. ഓക്കെ, ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് BCom സ്റ്റുഡൻസ് നോക്കുകയാണെങ്കിലും MCom 3rd സെം 4th സെം ആര് നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് സെയിം തന്നെയാണ്. ഓക്കെ, പ്രോബ്ലംസും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ ബുക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഓക്കെ, ഫുൾ കൺസെപ്റ്റും കാര്യങ്ങളും പ്രോബ്ലംസ് തിയറീസ് എല്ലാം അസംഷൻസും കാര്യങ്ങളെല്ലാം ഒരേ രീതിയിലോട്ടുള്ളതാണ്. ബിക്കോസ് ഇത് ഓരോരുത്തർ പറഞ്ഞതാണല്ലോ, ഇത് നമ്മളിനി ഉണ്ടാക്കാനായിട്ട് ഒന്നുമില്ല. ഓക്കെ, സോ നമുക്ക് ഇതിൽ പ്രോബ്ലം നോക്കാം. അപ്രോച്ചിടെ Asbestos company belong to a risk classes of which the appropriate capitalization rate is 15%. Then it is currently has 1 lakh shares selling at ₹100 each. The firm is contemplating the declaration of ₹8 dividend at the end of the current financial year, which has just begun. Answer the following question based on model. What will be the price of the share at the end of the year if the dividend is not declared and if the dividend is declared? Then assuming that the firm pays dividend and has net income of ₹20 lakh and make new investment of ₹40 lakh during the period, how many new shares must be issued? ഈ 2 കാര്യങ്ങളാണ് നമ്മൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ട് അപ്രോപ്രിയേറ്റ് ക്യാപിറ്റലൈസേഷൻ റേറ്റ് എന്ന് പറയുന്നത് 15% ആണ്. അതേപോലെ തന്നെ 1000 ഷെയർസ് ആണ് 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇതല്ലാതെ തന്നെ നമുക്ക് ഒരു 8 രൂപയ്ക്ക് ഡിവിഡൻഡ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ദെൻ ഇതല്ലാതെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറയുന്നതാണ് നമ്മളുടെ പ്രൈസ് ഓഫ് ദ ഷെയർസ് ഓഫ് ദ എൻഡ് ഓഫ് ദി ഇയർ എത്രയാണ്. അതേപോലെ തന്നെ ഇഫ് ദ ഡിവിഡൻഡ് ഇസ് നോട്ട് ഡിക്ലെയർ, ഡിവിഡൻഡ് കൊടുത്തില്ല എന്നാണെങ്കിൽ, ആൻഡ് ഇഫ് ദ ഡിവിഡൻഡ് ഡിക്ലെയർ, ഡിവിഡൻഡ് കൊടുത്തതാണെങ്കിൽ എങ്ങനെയാണ്, ഡിവിഡൻഡ് കൊടുത്തില്ല എന്നാണെങ്കിൽ എങ്ങനെയാണ് എന്നുള്ള ഒരു കണ്ടീഷൻ, 2 കണ്ടീഷനും. ദെൻ അതേപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നതാണ് അസ്യൂമിംഗ് ദാറ്റ് എ ഫേം പേ ഡിവിഡൻഡ് ആൻഡ് ഹാസ് ദ നെറ്റ് ഇൻകം ഓഫ് 20 lakh നെറ്റ് ഇൻകം ഉണ്ട്. അതേപോലെ തന്നെ ഇതല്ലാതെ തന്നെ ഒരു 40 ലക്ഷം ന്യൂ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് എന്നാണെങ്കിൽ
ഹൗ മെനി ഷെയർസ് മസ്റ്റ് ബി ഇഷ്യൂഡ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് നമ്മളുടെ ഈ ഷെയർ പ്രൈസിന്റെ കാര്യങ്ങൾ ഡിക്ലറേഷൻസും ആണ്. അപ്പൊ ആദ്യം നമ്മുടെ ഫോർമുല എന്താണ്? P0 = D1 + P1 / 1 = KE എന്നുള്ളതാണ് അല്ലേ. ദെൻ നമ്മൾക്ക് ഈ P0ന്റെ വാല്യൂസ് ആദ്യം കണ്ടുപിടിക്കേണ്ടതായിട്ട് P1ന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ആ P1ന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് P0 1 + KE - D1 എന്നുള്ളതാണ്. P0 എന്ന് പറയുന്നത് നമ്മൾ എന്താന്നുള്ളത് പറഞ്ഞു. അതായത് നമ്മുടെ ഈ P0 എന്ന് പറയുകയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് അറ്റ് ദ ബിഗിനിങ് ആണ്. മാർക്കറ്റ് പ്രൈസ് ബിഗിനിങ്ങിലുള്ളത് 100 രൂപയാണ്. അപ്പോൾ 100 ദെൻ 1 പ്ലസ് നമ്മളുടെ KE എന്ന് പറയുന്നത് ക്യാപിറ്റലൈസേഷൻ റേറ്റ് ആണ്, 15% ആണ്, 0.15 മൈനസ് എത്ര രൂപയ്ക്ക് ഡിവിഡൻഡ് കൊടുക്കുന്നതെന്ന് പറഞ്ഞത് 8 രൂപയ്ക്കാണ്. ഓക്കെ, 8. അപ്പൊ ഇത്രയാണ് നമ്മൾക്ക് ഇതിൽ എഴുതേണ്ടതായിട്ട് വരുന്നത്. ദെൻ ഇതിന്റെ കാൽക്കുലേഷൻസ് ആണ് നമ്മൾ ഇൻറ്റു ചെയ്യുന്ന സമയത്ത് 100 × 1.15 - 8 ആണ്. അപ്പോൾ 107 രൂപയാണ് വരുന്നത്. ദെൻ ഈ പ്രൈസ് ഓഫ് ദ ഷെയർസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്കവിടെ 8 എന്നുള്ള രീതിയിലോട്ട് മാറ്റിയിട്ട് 0 എന്നുള്ള രീതിയിലോട്ട് കൊടുക്കുക. അതായത് ഡിവിഡൻഡ് കൊടുത്തതാണെങ്കിൽ എങ്ങനെയാണ്? അപ്പൊ 8 രൂപ വെച്ച് കൊടുത്തതാണെങ്കിൽ 107 രൂപയാണ് കിട്ടുന്നത്. കൊടുത്തില്ല എന്നാണെങ്കിലോ ആ 8നെ മാറ്റിയിട്ട് അവിടെ 0 ഇടുക. 8നെ മാറ്റിയിട്ട് 0 ഇടുന്ന സമയത്ത് സെയിം കാൽക്കുലേഷൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നതാണ് 115 രൂപയാണ് നമുക്ക് വരുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് എത്ര ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ അവിടെ എഴുതേണ്ടത് അതിന് നമുക്ക് വേറൊരു ഫോർമുലയുണ്ട്. ഓക്കെ, 1 - E - N D1 / P1 എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മളുടെ ഈ നമ്പർ ഓഫ് ഷെയർസ് കിട്ടുന്നത് നമ്മൾക്ക്. അതിൽ I എന്ന് പറയുന്നത് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് റെക്കോർഡ് എന്നുള്ളതാണ്. ദെൻ ഈ ഏർണിംഗ്സ് ആണ്, N നമ്പർ ഓഫ് ഷെയർസ് ആണ്, D1 ഡിവിഡൻഡ് ആണ്, P1 എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ എൻഡ് ഓഫ് ദ പീരീഡ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇവിടെ പറഞ്ഞത് നമ്പർ ഓഫ് ഷെയർസ് ആണ്. I എന്ന് പറയുന്നത് എത്രയാണ്? 40 ലക്ഷം രൂപയാണ് എന്ന് പറഞ്ഞു. അതായത് ഡ്യൂറിംഗ് ദ പീരീഡ് ന്യൂ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത് എത്രയാണെന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. 40 ലക്ഷം മൈനസ് 20 ലാക്ക്. 20 ലാക്ക് എന്ന് പറയുന്നത് ഓൾറെഡി ഉള്ള ഷെയർസ് ആണല്ലോ. അതായത് 20 ലക്ഷം ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 20 ലാക്ക് മൈനസ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന എത്രയാണ്? 1 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. 1 ലക്ഷം രൂപന്റെ കൂടെ ഡിവിഡൻഡ് കൊടുക്കുന്നത് എത്രയാണ്? 8 രൂപയ്ക്കാണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ P1 എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരുന്ന റേറ്റ് 107 രൂപ. അതായത് ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ എത്രയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 107 രൂപ എന്നുള്ളത് നമുക്ക് അവിടെ കിട്ടി. ഓക്കെ, അപ്പൊ 40 ലക്ഷം മൈനസ് ഈ 20 ലാക്ക് മൈനസ് 1 ലാക്ക് × 8 ചെയ്യുകയാണെങ്കിൽ നമുക്ക് 12 ലാക്ക് കിട്ടും. ഡിവൈഡഡ് ബൈ 107. അപ്പൊ 28 ലാക്ക് ഡിവൈഡഡ് ബൈ 26,168 ഷെയർസ് ആണ് നമ്മൾക്ക് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ MM അപ്രോച്ചിത്തെ പ്രോബ്ലംസ് ഒക്കെ വരുന്നത്. ഇതല്ലാതെ നിങ്ങൾക്ക് ഇതാണ് MM അപ്രോച്ചിൽ വരുന്ന പ്രോബ്ലം എന്ന് പറയുന്നത്. ഈ MM അപ്രോച്ചിന് അസംഷൻസ് ഉള്ള പോലെ തന്നെ കുറച്ച് ക്രിറ്റിസംസും ഉണ്ട്. അതൊക്കെ എന്തൊക്കെയാന്ന് വെച്ചാൽ പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ റിയാലിറ്റി എന്നുള്ളതാണ് ഒരു ക്രിറ്റിസംസ് എന്ന് പറയുന്നത്. ദെൻ വൈൽ ഇഷ്യൂയിങ് ഷെയർസ് the company will have to incur flotation cost. ഫ്ലോട്ടേഷൻ കോസ്റ്റ് കമ്പനിക്ക് ഉണ്ടെങ്കിൽ മാത്രമല്ല നമ്മൾക്ക് ഒരു ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതൊരു ക്രിറ്റിസമാണ്. ദെൻ ടാക്സ് ഡു എക്സിസ്റ്റ്. യൂഷ്വലി ക്യാപിറ്റൽ ഗെയിൻ ആർ ടാക്സ് അറ്റ് ദ ലോവർ റേറ്റ് ദാൻ ഡിവിഡൻഡ് ഇൻകം എന്നുള്ളതാണ് മൂന്നാമത്തെ ക്രിറ്റിസംസ് ആയിട്ട് പറയുന്നത്. ദെൻ വൈൽ സെല്ലിംഗ് ഷെയർസ് ഇൻവെസ്റ്റേഴ്സ് ഹാവ് ടു പേ ബ്രോക്കറേജ് ആൻഡ് ഫീസ്, ട്രാൻസാക്ഷൻ കോസ്റ്റ് എല്ലാം ഷെയർസ് സെൽ ചെയ്യുന്ന സമയത്ത് ഇൻവെസ്റ്റേഴ്സ് കൊടുക്കണം. ദെൻ മോസ്റ്റ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് പ്രിഫർ കറന്റ് ഇൻകം റാദർ ദാൻ ദ ഫ്യൂച്ചർ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഇപ്പോഴുള്ളതെല്ലാം ആൾക്കാർ നോക്കത്തുള്ളൂ. ഇനി ഫ്യൂച്ചറിൽ ഒരു 10-15 കൊല്ലം കഴിഞ്ഞിട്ട് എത്ര കിട്ടുക എന്നുള്ളത് നോക്കുന്നതിനെക്കാട്ടിലും ഇപ്പൊ എത്ര കിട്ടുന്നത് എന്നുള്ളതാണ് ആദ്യം ആൾക്കാർ നോക്കുന്നത്. ദെൻ ഫേം നീഡ് നോട്ട് ടു ഫോളോ എ ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി. ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി ഫേം ഫോളോ ചെയ്യണം എന്നുള്ളത് ഇല്ല. ഓക്കെ, ഇതൊക്കെയാണ് ക്രിറ്റിസംസ്. അവിടെ പറഞ്ഞ അസംഷൻസ് ആണ് ഇവിടെ പറഞ്ഞ ക്രിറ്റിസംസ് എന്ന് പറയുന്നത്. രണ്ടും സെയിം ആണ്. ഓക്കെ, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയ അസംഷൻസും ക്രിറ്റിസംസും ആയി. ഒരു തിയറിയിൽ നിങ്ങൾക്ക് അസംഷൻസും ക്രിറ്റിസംസും എഴുതാൻ പറയുകയാണെങ്കിൽ അസംഷൻസും ക്രിറ്റിസംസും നിങ്ങൾക്ക് ഒന്ന് തന്നെയാണ്. ബിക്കോസ് ദാറ്റ്സ് ആർ അസംഷൻസ്. നമ്മളുടെ ഒരു രീതിയിലോട്ട് ചിന്തിച്ച് അവിടെ എഴുതുന്നതാണല്ലോ. ഓക്കെ, അപ്പൊ അതാണ് നമ്മളുടെ MM തിയറി എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തത് വരുന്ന തിയറിയാണ് നമ്മളുടെ വോൾട്ടറുടെ ഡിവിഡൻഡ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, വോൾട്ടേഴ്സ് ഡിവിഡൻഡ് മോഡൽ. വോൾട്ടേഴ്സ് ഡിവിഡൻഡ് മോഡലിൽ പറയുന്നത് എന്താ? വോൾട്ടറുടെ മോഡലിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത് റെലവന്റ് ആണ്. ഈ റെലവന്റ് തിയറിയിലൂടെ പറയുന്നത് എന്താണ്? റെലവന്റ് തിയറി എന്ന് പറയുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്തിനെയും അതേപോലെ തന്നെ ഫേമുടെ വാല്യൂ ഈ രണ്ടിനെയും അഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വോൾട്ടറുടെ മോഡലിൽ പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഹെൻസ് ദിസ് ഇസ് ദ തിയറി ഓഫ് റെലവൻസി. ദിസ് മീൻസ് ഡിവിഡൻഡ് പോളിസി ഹാസ് ആൻ ഇമ്പാക്ട് ഓൺ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ.
Thus, the dividend policy affect the value of the firm. Then, according to the Walter, the investment policy of your firm cannot be separated from its dividend policy. That is, the investment policy decision and dividend decision of your firm are interrelated എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, MM അപ്രോച്ചിന്റെ ഓപ്പോസിറ്റ് ഒരു വ്യൂ പോയിന്റ് ആണ് നമ്മുടെ വോൾട്ടർ ഇവിടെ പറയുന്നത്. ഓക്കെ, ഇവിടെ വോൾട്ടർ ഫോളോ ചെയ്യുന്ന ഒരു ഡിവിഡൻഡ് പോളിസി പറയുന്നുണ്ട്. അതായത് ഇഫ് R is greater than KE, the payout ratio should be 0. Then, if the R is less than KE, the payout ratio should be If R is less than KE, the payout ratio should be 0. Then, if the R is greater than KE, the payout ratio should be 100. If R is equal to KE, the dividend is irrelevant and the dividend policy is not expected to affect the market value of the share എന്നുള്ളതിനെയാണ് നമ്മളുടെ വോൾട്ടർ പറയുന്നത്. ഓക്കെ, ദെൻ വോൾട്ടറും അവരുടെ ഒരു അസംഷൻ പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ദ ഫേം ഡസ് നോട്ട് യൂസസ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് ഫണ്ട്സ് ഓൺലി റീറ്റൈൻഡ് ഏർണിംഗ്സ് എന്നുള്ളതിന്റെ ബേസിസിലൊക്കെ ആവണം യൂസ് ചെയ്യുന്നത്. എക്സ്റ്റേണൽ ഫണ്ട്സ് യൂസ് ചെയ്യാൻ പാടില്ല, എക്സ്റ്റേണൽ സോഴ്സസ് യൂസ് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ ഇറ്റ് ഡസ് നോട്ട് യൂസ് ദ ഡെപ്റ്റ് ഓഫ് ഫ്രഷ് ഇക്വിറ്റി ഷെയർസും ഇവിടെ യൂസ് ചെയ്യാൻ പാടില്ല. ദെൻ ദ IRR ആൻഡ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആർ കോൺസ്റ്റന്റ് ആയിട്ടാണ് ഇവിടെ നമ്മൾക്ക് കാണിക്കുന്നത്. ദെൻ ഏർണിംഗ് ആൻഡ് ഡിവിഡൻഡ് റിമൈൻ കോൺസ്റ്റന്റ് ആണ്. ദ ഫേം ഹാസ് എ വെരി ലോങ് ലൈഫ്. ദെൻ ഓൾ ഏർണിംഗ്സ് ആർ ഐദർ ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഡിവിഡൻഡ് ഓർ ഇൻവെസ്റ്റഡ് ഇന്റേണലി ഇമീഡിയറ്റ്ലി എന്നുള്ളതാണ് വോൾട്ടറുടെ അസംഷൻ ആയിട്ട് പറയുന്നത്. വോൾട്ടർ ഇവിടെ ഒരു ഫോർമുല യൂസ് ചെയ്യുന്നുണ്ട്. P is equal to D divided by KE minus G എന്നുള്ളതാണ് വോൾട്ടർ യൂസ് ചെയ്യുന്ന ഫോർമുല. P എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർ ആണ്. D എന്ന് പറയുന്നത് ഇനീഷ്യൽ ഡിവിഡൻഡ് പെർ ഷെയർ ആണ്. ദെൻ KE എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ. G എന്ന് പറയുന്നത് എക്സ്പെക്ടഡ് ഗ്രോത്ത് റേറ്റ് ഓഫ് ഡിവിഡൻഡ് എന്നുള്ളതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഫോർമുല ഉണ്ട്. ദെൻ ഇതല്ലാതെ നമുക്ക് വേറൊരു ഫോർമുല ഉണ്ട്. P is equal to D plus R divided by KE ബ്രാക്കറ്റിൽ E minus D divided by KE എന്നുള്ളതാണ്. അതായത് ഇത് നിങ്ങളുടെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ബേസിസിലാവും. മിക്കവാറും നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ ഫോർമുലയിലാണ് ക്വസ്റ്റ്യൻസ് കൂടുതലും വരാറ്. ഇത് വന്നിട്ട് നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസ് ജസ്റ്റ് ഒരു വാമപ്പ് പോലെ നമ്മൾ പ്രോബ്ലം ചെയ്യില്ല, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യത്തെ ഫോർമുല യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ അതേപോലെ തന്നെ സെയിം രീതിയിലോട്ടുള്ളതാണ് വരുന്നത്. E എന്ന് പറയുന്നത് ഏർണിംഗ് പെർ ഷെയർ ആയിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, ദെൻ R എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്ക് വരുന്ന ഫോർമുല എന്ന് പറയുന്നത്. സോ ഇതിന്റെ ബേസിസിൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം നോക്കാം. ഈ പ്രോബ്ലം ആണ് ബികോം ആസ് വെൽ എസ് MCOM ഫോർത്ത് സെം തേർഡ് സെം അവരുടെ ബുക്കിലും ഉള്ളത്. സെയിം പ്രോബ്ലം തന്നെയാണ്. ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എക്സാം ക്വസ്റ്റ്യൻസിൽ വരുന്നതും ഈ രീതിയിലോട്ടൊരു പ്രോബ്ലം തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ എമൗണ്ടിൽ വേരിയേഷൻസ് വരും എന്നുള്ളതല്ലാതെ വലിയ ചേഞ്ചസ് ഒന്നും ഇതിൽ വരുന്നില്ല. ഓക്കെ, നമുക്കപ്പോൾ പ്രോബ്ലം നോക്കാം. ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഇസ് അവൈലബിൾ ഇൻ റെസ്പെക്ട് ഓഫ് ഫേം. ക്യാപിറ്റലൈസേഷൻ റേറ്റ് തന്നിട്ടുണ്ട്, അതായത് KE 10%. ഏർണിംഗ് പെർ ഷെയർ തന്നിട്ടുണ്ട് 12. അസ്യൂം ദാറ്റ് ദ റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പറയുന്നുണ്ട് 16%, 8%, 10% ആണ് നമ്മൾക്കിവിടെ പറയുന്നത്. ഓക്കെ, show the effect of the dividend policy on the market price of shares using Walter's model of the following payout ratio. Payout ratio പറയുന്നത് 0, 50, 75, 100. ഈ payout ratio വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ 4 payout ratio നമ്മൾക്ക് പറയുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ട ഫോർമുലയാണ് P is equal to D plus R divided by KE into E minus D divided by KE എന്നുള്ളതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ R എന്ന് പറയുന്നത് 16, 8, 10 എന്നുള്ളതാണ് നമ്മളുടെ R എന്ന് പറയുന്നത്. ദെൻ KE എന്ന് പറയുന്നത് 10 ആണ്. EPS എന്ന് പറയുന്നത് 12 ആണ്. അപ്പൊ നമ്മളുടെ ആദ്യത്തെ ഫോർമുലയിലോട്ട് പോവാം. വെൻ ദ ഡിവിഡൻഡ് പേ ഔട്ട് ഇസ് 0 എന്നാണെങ്കിൽ, D എന്നുള്ളത് 0 എന്നാണെങ്കിൽ 0 പ്ലസ് ദെൻ R എന്ന് പറയുന്നത് എത്രയാണ്? R എന്ന് പറയുന്നത് ഇവിടെ 16 ആണ്. ആദ്യത്തേതിൽ R എന്ന് പറയുന്നത് 16 ആണ്. സോ 16 എന്ന് പറയുമ്പോൾ 0.16 ഡിവൈഡഡ് ബൈ KE എത്രയാണ്? നമ്മുടെ 10% ആണ്. അപ്പോൾ 0.1 ഇൻറ്റു 12. E എന്ന് പറയുന്നത് എത്രയാണ്? E എന്ന് പറയുന്നത് 12 ആണ്. മൈനസ് D എന്ന് പറയുന്നത് 0 ആണ്. ഡിവൈഡഡ് ബൈ KE എന്ന് പറയുന്നത് 0.1 ആണ്. ഇങ്ങനെയാണ് നിങ്ങളുടെ പ്രോബ്ലം നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അതായത് നമ്മളുടെ ആറിൽ വരുന്ന ഡിഫറൻസ് ആണ്, അതേപോലെ തന്നെ നമ്മൾക്ക് ഈ പേ ഔട്ട് റേഷ്യോയിൽ വരുന്ന ഡിഫറൻസ്. ഇത് മാത്രമാണ് നിങ്ങൾക്ക് ചേഞ്ച് ആവുന്നത്, ബാക്കി എല്ലാം സെയിം ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കേ, എത്ര നിങ്ങൾക്ക് വരുന്നത്?
192 എന്നുള്ളതാണ് നിങ്ങൾക്ക് ആദ്യത്തേതിൽ വരുന്നത്. ദെൻ രണ്ടാമത്തേതിലോട്ട് പോവാണെങ്കിലോ നമ്മളുടെ R എന്ന് പറയുന്നത് അവിടെ എത്രയാണ്? R എന്ന് പറയുന്നത് 8% ആണ്. അപ്പോൾ 0.08 എന്നുള്ളത് നമ്മളവിടെ R എന്നുള്ള ഒരു സ്ഥലത്തോട്ട് ഇട്ട് കൊടുക്കുക. ദെൻ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ എന്താ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നത്? അതിനുശേഷം നിങ്ങളോട് ഒന്നും ചേഞ്ച് ചെയ്യേണ്ട, അങ്ങനെ തന്നെ അത് ചെയ്താൽ മതി. ദെൻ മൂന്നാമത്തേതിലോട്ട് നോക്കിയേ, നമ്മൾക്കിവിടെ R എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. 10% എന്ന് പറയുമ്പോൾ 0.1 എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് 0 എന്നുള്ളൊരു പേ ഔട്ട് റേഷ്യോയിൽ വരുന്നത്. ദെൻ നമ്മുടെ രണ്ടാമത്തെ പേ ഔട്ട് റേഷ്യോ എത്രയാണ്? 50 ആണ്. 50 എന്ന് വെച്ചാൽ നമ്മുടെ ഈ 50 എന്നുള്ളത് നമ്മൾ അങ്ങനെ തന്നെ എടുത്തിട്ട് അവിടെ എഴുതരുത്. ഓക്കെ, 50 എന്ന് പറയുന്നത് നമ്മളുടെ ഡി, അതായത് EPS എന്ന് പറയുന്നത് 12 പറഞ്ഞിട്ടുണ്ടല്ലോ, ആ 12ന്റെ 50% ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ 12ന്റെ 50% എന്ന് പറയുമ്പോൾ നമ്മുടെ 6 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ 6 വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. അപ്പൊ ഡി എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 6 പ്ലസ് നമ്മളുടെ R എന്ന് പറയുന്നത് 60 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, 0.16 ഡിവൈഡഡ് ബൈ KE 0.1 ഇൻറ്റു 12, ഇ എന്ന് പറയുന്നത് 12 മൈനസ് ഡി എന്ന് പറയുന്നത് എത്രയാണ്? 6 ഡിവൈഡഡ് ബൈ KE 0.1 എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ വരുന്നത്. ഓക്കെ, ഇതാണ് 50%. ദെൻ നമ്മളുടെ നെക്സ്റ്റ് പേ ഔട്ട് എത്രയാണ്? 75. അതായത് ദെൻ നെക്സ്റ്റ് നിങ്ങളുടെ ഡി എന്ന് പറയുന്നത് എത്രയാണ്? അതായത് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത് 100 ആണ്. അപ്പൊ നമുക്ക് ഈ 12 വെച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ ഈ വോൾട്ടർ മോഡലിൽ വരുന്നത്. സിമ്പിൾ പ്രോബ്ലം ആണ്. ഓക്കെ, ദെൻ ഇത് എഴുതിയതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ കൺക്ലൂഷൻ കൂടി നിങ്ങൾ എഴുതേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല R ലെസ് ദാൻ ഇസ് ഈക്വൽ ടു KE, R ഗ്രേറ്റർ ദാൻ ഇസ് ഈക്വൽ ടു KEC, R ഇസ് ഈക്വൽ ടു KE എന്നുള്ള രീതിയിലോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ കൺക്ലൂഡ് കൂടി നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, R ലെസ് ദാൻ KE ആണെങ്കിൽ ദ ഫേം ഷുഡ് റീറ്റെയിൻ ദ പ്രോഫിറ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ R എന്ന് പറയുന്നത് നമ്മൾ 16% എടുക്കുകയാണെങ്കിൽ, അതേപോലെ തന്നെ മറ്റേ 10% വെച്ച് KE ചെയ്യുകയാണെങ്കിൽ, KE 10% വെച്ച് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഷെയർ എന്ന് പറയുന്നത് 192 ആയിട്ടാണ് കിട്ടിയത്. ഓക്കെ, 192 ആയിട്ടാണ് നമ്മൾക്ക് ഇവിടെ കിട്ടിയത്. ഈ 192 എന്ന് പറയുന്നത് ഇൻ ദ കേസ് ഓഫ് ദ സീറോ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോയിൽ 100% റിഡൻഷൻ ആയിട്ടാണ് വരുന്നത്. അതായത് നമുക്ക് ഇതിൽ കിട്ടിയിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ വെച്ചിട്ടാണ് നമ്മളിവിടെ ആദ്യത്തിൽ ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ R ഗ്രേറ്റർ ദാൻ KE എന്നാണെങ്കിൽ ഇഫ് ദ ഫേം ഡിസ്ട്രിബ്യൂട്ടഡ് ഡിവിഡൻഡ് വെൻ R 8% അതേപോലെ തന്നെ KE 10% എന്നാണെങ്കിൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് കിട്ടുന്നത് 120 ആയിട്ടാണ് നമ്മൾക്ക് കിട്ടുന്നത്. ഓക്കെ, 120 ആയിട്ടാണ് ഇവിടെ കിട്ടുന്നത്. 120 എന്ന് പറയുന്നത് 100% ഡിവിഡൻഡ് പേ ഔട്ട് ആയിട്ടാണ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം R ഇസ് ഈക്വൽ ടു KE ആണെങ്കിൽ അവിടെ ഫുൾ എല്ലാം ഒരേ രീതിയിലോട്ടുള്ള വാല്യൂ ആണല്ലോ വരുന്നത്. ഇറസ്പെക്റ്റീവ് ഫേം ആയിട്ടാണ് നമ്മൾക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾക്ക് വരുന്ന പ്രോബ്ലം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് വോൾട്ടറുടെ മോഡല്. ദെൻ വോൾട്ടർ മോഡലിന്റെ ക്രിറ്റിസംസ് ആണ്. ക്രിറ്റിസംസ് എന്ന് പറയുകയാണെങ്കിൽ ദ അസംഷൻ ദാറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആർ ഫിനാൻസ്ഡ് ത്രൂ റീറ്റൈൻഡ് ഏർണിംഗ്സ് ഈസ് നോട്ട് ട്രൂ, എക്സ്റ്റേണൽ സോഴ്സസ് ഓൾസോ യൂസ്ഡ് എന്നുള്ളതാണ് ഒരു ക്രിറ്റിസംസ്. ഓക്കെ, ദെൻ രണ്ടാമത്തത് പറയുന്നത് ദ IRR and cost of capital do not remain constant. Then we cannot predict the firm has a very long life എന്നുള്ളതൊക്കെയാണ് വോൾട്ടറുടെ ക്രിറ്റിസംസ്. ഓക്കെ, ദെൻ നമ്മുടെ മൂന്നാമത്തെ മോഡലാണ് ഗോർഡൻസിന്റെ മോഡൽ. ഗോർഡൻസിന്റെ മോഡലിനെ നമ്മൾ ബേർഡ് ഇൻ ഹാൻഡ് മോഡൽ എന്ന് കൂടി പറയുന്നതാണ്. ഗോർഡന്റെ മോഡൽ പറയുന്നത് ഇവിടെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് റെലവെന്റ് ആണ്, വാല്യൂ ഓഫ് ദ ഫേമിനെ അഫക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ വാല്യൂ ഓഫ് യുവർ റുപ്പി ഡിവിഡൻഡ് ഇൻകം ഈസ് മോർ ദാൻ ദ വാല്യൂ ഓഫ് ദ റുപ്പി ഓഫ് ദ ക്യാപിറ്റൽ ഗെയിൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി ആയിട്ടാണ് നമ്മളിവിടെ ട്രീറ്റ് ചെയ്യുന്നത്. ഷെയർ ഹോൾഡേഴ്സിന് ഹൈ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഫ്യൂച്ചറിലോട്ട് കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് കൂടി ഗോർഡന്റെ മോഡലിൽ പറയുന്നുണ്ട്. ഗോർഡന്റെ മോഡലിൽ നമുക്ക് അസംഷൻ ഉണ്ട്, ദ ഫേം ഈസ് ആൻ ഓൾ ഇക്വിറ്റി ഫേം എന്നുള്ളത് ഒരു അസംഷൻ ആണ്. അതേപോലെ തന്നെ റീറ്റൈൻഡ് ഏർണിംഗ്സ് എന്ന് പറയുന്നത് റീറ്റൈൻഡ് ഏർണിംഗ്സ് മാത്രമാണ് ഒരു സോഴ്സസ് ആയിട്ട് ഉണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ദ ഫേം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ടുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് G എന്നുള്ളതും, അതേപോലെ തന്നെ ആ പ്രൊഡക്റ്റിന്റെ റിഡൻഷൻ എന്ന് പറയുന്നത് B എന്നും, അതേപോലെ തന്നെ ദ റേറ്റ് ഓഫ് ദ റിട്ടേൺ R എന്നുമാണ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത്. അതായത് G is equal to B into R എന്നുള്ളതാണ് പറയുന്നത്. ദെൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആൻഡ് ഇറ്റ് ഈസ് മോർ ദാൻ ദ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നുണ്ട്. ദെൻ ലോങ് ലൈഫ് ആണ് ഫേമിന് എന്ന് പറയുന്നുണ്ട്. ദെൻ കോർപ്പറേറ്റ് ടാക്സ് ഡു നോട്ട് എക്സിറ്റ് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഗോർഡന്റെ അസംഷൻസ് ആണ്. ഓക്കെ, ദെൻ ഗോർഡനും ഒരു ഫോർമുല കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് D1 ഡിവൈഡഡ് ബൈ KE മൈനസ് G എന്നുള്ളതാണ്. അതേപോലെ തന്നെ വേറൊരു ഫോർമുലയാണ് P0 ഈക്വൽ ടു E
ഇൻറ്റു 1 മൈനസ് ബി ഡിവൈഡഡ് ബൈ കെ ഇ മൈനസ് ബി ആർ എന്നുള്ളതാണ്. ഈ രണ്ടാമത്തെ ഫോമുലയാണ് നമ്മൾ മിക്കവാറും പ്രോബ്ലത്തിൽ യൂസ് ചെയ്യാറ്. അത് നമ്മുടെ ആ വോൾട്ടറിന്റെ മോഡലിൽ പറഞ്ഞ പോലെ തന്നെ വാം അപ്പ് പ്രോബ്ലംസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതിൽ നമ്മുടെ D1 എന്ന് പറയുന്നത് എക്സ്പെക്ടഡ് ഡിവിഡൻഡ് ഓഫ് ദ എൻഡ് ഓഫ് ദ ഇയർ എന്നുള്ളതാണ്. ദെൻ കെ ഇ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, ഐ എന്ന് പറയുന്നത് ബി ആർ ഇസ് ഈക്വൽ ടു ഗ്രോത്ത് റേറ്റ് ഇൻ ആർ, ദാറ്റ് ഇസ് ദ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദ ഇക്വിറ്റി ഓഫ് ദ ക്യാപിറ്റൽ. ദെൻ ഇ എന്ന് പറയുന്നത് ഏർണിംഗ് പെർ ഷെയർ, ബി എന്ന് പറയുന്നത് റിഡൻഷൻ റേഷ്യോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫോമുല എന്ന് പറയുന്നതും അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ ഇതിന് നമ്മൾക്ക് പ്രോബ്ലം പറയുന്നുണ്ട്. The following information is evaluated in respect of the A Limited, earning per share 10, cost of capital 10%. Find out the market price of the share under the different rate of the R is 8, 10, 15 for the different payout ratio of 40, 80 and 100. Okay. നമ്മളുടെ വോൾട്ടറിൽ നമ്മൾ ചെയ്തില്ലേ അതേപോലെയുള്ള ഫോർമുലയിലോട്ട് രീതിയിലോട്ട് വരുന്നതാണ്. പക്ഷെ ഒരു ചെറിയ ചേഞ്ചസ് ഉണ്ട്. അതേപോലെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോബ്ലം തന്നെയാണ് നമ്മളുടെ ഗോർഡന്റെ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് നോക്കാം. ഗോർഡന്റെ അതായത് ആർ എന്ന് പറയുന്ന രീതിയിലോട്ടാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. ആർ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? ആർ എന്ന് പറയുന്നത് 8, 10, 15 എന്നുള്ളതാണ് നമ്മൾക്ക് വന്നിട്ടുള്ളത്. പി ഔട്ട് 40, 80, 100 എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ എന്ന് പറയുന്നത് 40%. ഓക്കെ, 40% എന്ന് പറയുകയാണെങ്കിൽ ബാക്കി 60% അവിടെ റിഡൻഷൻ ആണ് എന്നുള്ള രീതിയിലോട്ട് വേണം നിങ്ങൾ ചിന്തിക്കാനായിട്ട്. 40 എന്ന് പറഞ്ഞാൽ 60, അപ്പോൾ ആ 60% വെച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ, ദെൻ അതിനുശേഷം പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണ്? 80 എന്ന് പറയുകയാണെങ്കിൽ 20 റിഡൻഷൻ ആണ്. 100 എന്ന് പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് വാല്യൂ ഇല്ല, അതിന് നിങ്ങൾ 100 എടുത്ത് എഴുതരുത്. 0 ആണ് അവിടെ നമുക്ക് റിഡൻഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫോർമുലയിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഫോർമുലയിലോട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോർമുല എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ഇ 1 മൈനസ് ബി ഡിവൈഡഡ് ബൈ കെ മൈനസ് ബി ആർ എന്നുള്ളതാണ്. ഇ എന്ന് പറയുന്നത് എത്രയാണ്? ഇ എന്ന് പറയുന്നത് 10 ആണ്. ഏർണിംഗ് പെർ ഷെയർ 10 ഇൻറ്റു 1 മൈനസ് ബി എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞ്? റിഡൻഷൻ റേഷ്യോ. റിഡൻഷൻ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 40% പോയ ബാക്കി 60%, അതായത് 0.6 എന്നുള്ളത് നമ്മുടെ റിഡൻഷൻ ആണ്. ഡിവൈഡഡ് ബൈ കെ എന്ന് പറയുന്നത് എത്രയാണ്? 0.1 മൈനസ് ബി ആർ എന്നുള്ളതാണ്. ബി ആർ എന്ന് പറയുകയാണെങ്കിൽ 0.6 ഇൻറ്റു ആർ എന്ന് പറയുന്നത് എത്രയാണ്? 8% ആണല്ലോ. ആദ്യത്തിൽ 8% ആണ്. 0.08 എന്നുള്ളതാണ് നമ്മളുടെ ആദ്യത്തിൽ വരുന്നത്. ദെൻ ഇതിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ, ₹77 എന്നുള്ളതാണ് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെ നിങ്ങളുടെ മറ്റുള്ള പ്രോബ്ലംസ്, അതായത് മറ്റുള്ള രീതിയിലോട്ട് വരുന്ന കാൽക്കുലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നത് എന്താണ്? നിങ്ങളുടെ ആർ എന്നുള്ളതാണ്. ഇവിടെ 0.08 ആണ്, രണ്ടാമത്തതിൽ 0.1 ആണ്, മൂന്നാമത്തതിൽ 0.15 ആണ്. ദെൻ രണ്ടാമത്തെ രീതിയിലോട്ട് വന്ന് 80% വെച്ച് നോക്കിയേ. 80% എന്ന് പറയുമ്പോൾ 20% ആണ്. 20% എന്ന് പറയുമ്പോൾ ബി എന്ന് നടത്തി നമ്മൾ എന്ത് എഴുതേണ്ടത്? 0.2. ദെൻ താഴെ നമ്മൾ എന്ത് എഴുതേണ്ടത്? 0.2 ഇൻറ്റു 0.08 എന്നുള്ളതാണ് വരേണ്ടത്. ദെൻ മൂന്നാമത്തിലോട്ട് പി ഔട്ട് 0 ആണെങ്കിൽ നമ്മളുടെ ആർ എന്നുള്ള ഇടത്തിൽ നമ്മൾ എഴുതേണ്ടത് എന്താണ്? 0 എന്നുള്ളതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ പ്രോബ്ലം ആയിട്ട് വരുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒന്ന് മനസ്സിലാവും. ബിക്കോസ് ഇതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഓരോ വാല്യൂസ്, അതായത് ആ നമ്മൾ തന്നിട്ടുള്ള ഫോർമുലയിൽ നമ്മൾ മാറ്റി എഴുതുന്നത്. ഇവിടെ നിങ്ങൾക്കൊന്നും കണ്ടുപിടിച്ച് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടില്ല. ഓക്കെ, അവിടെ തന്നിട്ടുള്ളത് ഫോർമുലയിലോട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്താൽ മാത്രം മതി. ദെൻ ഗോർഡന്റെ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് ഇവിടെ കൺക്ലൂഷൻസ് ഉണ്ട്. ഗോർഡന്റെ ഇംപ്ലിക്കേഷൻസ് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഓക്കെ, വെൻ ആർ ഇസ് ഗ്രേറ്റർ ദാൻ കെ ഇ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ ഇൻക്രീസസ് ആസ് ദ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോസ് ഡിക്രീസസ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ ഗ്രോത്ത് റേറ്റ്, അതായത് ഫേമിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ട് ലോവർ ഡിവിഡൻഡ് ആൻഡ് ഷുഡ് ബി റീറ്റെയിൻ മാക്സിമം ഏർണിംഗ്സ് എന്നുള്ളതാണ്. ദെൻ രണ്ടാമത്തേതിലോട്ട് പോവാണെങ്കിൽ ലെസ് ദാൻ കെ ആണെങ്കിലോ, ആർ ഇസ് ലെസ് ദാൻ കെ ആണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഇൻക്രീസസ് ആസ് ദ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഇൻക്രീസസ്. ഇൻ ദ കേസ് ഓഫ് ഡിക്ലൈൻ ഫേം the shareholders will gain if the firm distribute its earnings. In such a case the optimum payout ratio എന്ന് പറയുന്നത് 100% ആണ്. Then R is equal to K ആണെങ്കിലോ the market price remain unchanged ആണ്. ഡിവിഡൻഡ് പോളിസിയിൽ ഒരു എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ നമ്മുടെ ഫേം നോർമൽ ആയിട്ടുള്ള രീതിയിലോട്ട് പോകും. ഒപ്റ്റിമൽ ഡിവിഡൻഡ് പോളിസി പേ ഔട്ട് റേഷ്യോ ഒന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഗോർഡന്റെ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിന്റെ തിയറീസും കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിൽ കൂടുതൽ കാണിക്കാത്തത്. ജസ്റ്റ് നിങ്ങളിങ്ങനെ പറഞ്ഞു പോയത്. അല്ലാതെ ഇതിന്റെ ഡിവിഡൻഡിന്റെ കാര്യങ്ങളും അതിന്റെ ഫാക്ടേഴ്സ് കാര്യങ്ങളെല്ലാം നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഇത് നിങ്ങളുടെ ബികോം 5th സെം 3rd സെം അതേപോലെ തന്നെ എംകോമിന്റെ 4th സെമ്മിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് എക്സാമിന് വരും. പക്ഷെ ബികോമിന് അങ്ങനെ കൂടുതൽ വരാറില്ല, ഇതിന്റെ മുന്നിൽ വന്നിട്ടില്ല.
പക്ഷെ ഇപ്പൊ തിയറീസ് കാര്യങ്ങൾ കൂടുതൽ ചോദിക്കുന്നുണ്ട്. ബികോമിന് എംകോമിന് നമ്മൾക്ക് ആസ് വെൽ എസ് തിയറി പ്രോബ്ലം രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നിങ്ങൾ തിയറിയും കാര്യങ്ങളും നോക്കാനായിട്ട് ആ വീഡിയോസ് നോക്കുക. ഓക്കെ, ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, തിയറിയും അതേപോലെ തന്നെ പ്രോബ്ലവും നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഗോർഡന്റെയും വാൾട്ടറുടെയും മാറി മാറി നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. എംകോമിൽ നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കറിയാം, നിങ്ങൾ എക്സാമിന് മുന്നിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് 4th സെമ്മിലും വരും. നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റാവുന്നതാണ് ലിവറേജും അതേപോലെ തന്നെ ഡിവിഡൻറ്റും. ഇത് നിങ്ങൾ വിട്ടിട്ട് പോരുത് കേട്ടോ. വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയിട്ട് നിങ്ങൾക്കൊന്നും എഴുതാൻ പറ്റത്തില്ല. ബിക്കോസ് നമ്മൾ എത്ര തന്നെ പഠിച്ചാലും അപ്പോൾ ആ ഫോമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. എക്സാമിന് ഇത് നിങ്ങൾ കമ്പൽസറി ആയിട്ട് കവർ ചെയ്തിട്ട് പോവുക, വിട്ടിട്ട് പോരുത്. ഓക്കെ.